സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, അത് നിലനിൽക്കാനും നിലക്കാതെ വർദ്ധിച്ചു ലഭിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ നന്ദി ചെയ്യണം. അള്ളാഹു അതിന് വെച്ച നിബന്ധനയാണത്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ച് നൽകുക തന്നെ ചെയ്യും. എന്താണ് നന്ദി എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ ലളിതമായതിനെ വിശദീകരിച്ചു. അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ സർവോപരി അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണ് എന്ന തിരിച്ചറിവ് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുക. അള്ളാഹുവിന്റെ ഔദാര്യമാണിത്, അള്ളാഹുവിന്റെ ഓശാരമാണിത്, അവന്റെ കനിവാണ്, അവന്റെ ദയയാണ്, അവന്റെ കാരുണ്യമാണ്. നിന്റെ കഴിവല്ല, നിന്റെ സാമർഥ്യമല്ല, നിന്റെ അധികാരമല്ല, നിന്റെ ബുദ്ധിയല്ല, നിന്റെ വിവരമല്ല, മറ്റൊന്നുമല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിന്റെ കഴിവും ശക്തിയും കൊണ്ട് നിനക്ക് അനുകൂലമായത് മാത്രം അള്ളാഹു നൽകിയതാണ് എന്ന തിരിച്ചറിവ് ഹൃദയത്തിൽ ഉണ്ടാകുക. ഇതാണ് നന്ദിയുടെ ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം, നിന്റെ നാവിലൂടെ അള്ളാഹുവിനുള്ള നന്ദിവാചകങ്ങൾ, അവന് സ്തുതിയായി, അവന്റെ മഹത്വത്തെ വാഴ്ത്തലായി, ശുക്റായി, ഹംദായി നിന്റെ നാവിലൂടെ അവനിലുള്ള സ്മരണയായി തുളുമ്പുക. നാവ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അനുഗ്രഹങ്ങളെ ചേർത്തി പറയാൻ, അള്ളാഹുവിലേക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ ഹംദുകളും തസ്ബീഹുകളും അർപ്പിക്കാൻ നിനക്ക് സാധിക്കുക. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം, ആ നന്ദി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ള മാർഗത്തിലൂടെ അവന്റെ അനുഗ്രഹങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് നിറവേറ്റുക. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിന്റെ സമ്പത്തിലാകട്ടെ, നിന്റെ കുടുംബത്തിലാകട്ടെ, നിന്റെ സ്വന്തം ശരീരത്തിൽ തന്നെയാകട്ടെ, അള്ളാഹു ചെയ്തു തന്ന എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത നിഅമത്തുകൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന രൂപത്തിൽ, അവന് തൃപ്തിയുള്ള മാർഗത്തിൽ, അവന്റെ ദീനനുസരിച്ച് നീ വിനിയോഗിക്കുക. എങ്കിൽ അള്ളാഹു നിനക്കത് വർദ്ധിപ്പിച്ചു തരും. ലഅസീദന്നകും. എന്നാൽ തിരിച്ചാണെങ്കിൽ, വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, അള്ളാഹുവിന് നന്ദികേട് കാണിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അവനിലേക്ക് ചേർത്തി പറയാതെ, അവന്റെ പക്കൽ നിന്നുള്ള ഔദാര്യമാണെന്ന തിരിച്ചറിവില്ലാതെ, അതിനുമപ്പുറത്ത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന മാർഗത്തിൽ നിനക്ക് ലഭിച്ച നേട്ടങ്ങൾ നീ വിനിയോഗിക്കുകയാണെങ്കിൽ, അള്ളാഹു പറയുന്നു, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കഠിനമായിരിക്കും. അള്ളാഹു താക്കീത് ചെയ്യുന്നു, അള്ളാഹു ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹുവിന് നന്ദികേട് പ്രവർത്തിക്കാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമായിരിക്കും. സഹോദരങ്ങളെ, ഭൂമിയിൽ നടക്കുന്ന സകല സംഭവ വികാസങ്ങളും ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഒരു മുസ്ലിം അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടവനാണ്. തന്റെ തെറ്റുകളിൽ നിന്ന് മടങ്ങാൻ അതിന് കാരണമായി, തൗബക്കുള്ള മാർഗമായി അവൻ അതിനെ വിനിയോഗിക്കേണ്ടവനാണ്. എന്തു സംഭവിച്ചാലും ബുദ്ധിയുള്ളവൻ, സൗഭാഗ്യ ജീവിതം നയിക്കുന്ന ഒരു മുസ്ലിം, അവൻ തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുന്നവനായിരിക്കും. എന്നാൽ നിർഭാഗ്യവാനാകട്ടെ, തനിക്ക് ചുറ്റും സംഭവിക്കുന്ന സംഭവ വികാസങ്ങളിൽ അശ്രദ്ധനായി തിന്മകളിൽ ഉറച്ചു പോകുന്നവനായിരിക്കും. അള്ളാഹു കാണിക്കുന്ന ആയാത്തുകൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അവന്റെ ഓർമ്മപ്പെടുത്തലുകൾ, അവന്റെ താക്കീതുകൾ, അതിൽ ഉത്ഭുതരാകാത്തവർ അവർ നഷ്ടക്കാരാണ്, അവർ ഹതഭാഗ്യരാണ്.